ഈ മദ്യമാണോ വേണ്ടത് അതോ കുടിവെള്ളമാണോ വേണ്ടത്? ഇതാണിപ്പം പ്രധാനമായിട്ട് നിൽക്കുന്ന കാര്യം. പാലക്കാട് ജില്ലയിലെ ബ്രൂവറിയായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ വലിയൊരു സംസാരം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ ഒരു ഹരിത കേരള മിഷൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഹരിത കേരള മിഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ തന്നെ ഒരു മിഷനാണ്. അവർക്ക് വേണ്ടി CWRDM അതുപോലെ തന്നെ ജലവിഭവ പരിശീലന കേന്ദ്രം CWRDM സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കോഴിക്കോട്, പിന്നെ ഭൂജല വകുപ്പ്, ഇങ്ങനെ വിവിധ വകുപ്പുകളുടെ ഒരു പഠനമാണ്. ആ പഠനം അനുസരിച്ച് പറയുന്നത് 10,50,000-ഓളം കിണറുകളിൽ ഭൂജലനിരപ്പ് താഴുന്നു, കുഴൽക്കറന്നുകളിൽ ഭൂജലനിരപ്പ് താഴുന്നു. ഇങ്ങനെ വലിയ പ്രതിസന്ധിയായിട്ടാണ് പാലക്കാട് പ്രതിസന്ധിയായിട്ടാണ് പറയുന്നത്. പക്ഷേ ബ്രൂവറിയുടെ ആളുകൾ, ബ്രൂവറി മീൻസ് ഗവൺമെൻറ് പറയുന്നത് അത് ഭൂഗർഭജലം ഞങ്ങൾ എടുക്കത്തില്ല, മഴവെള്ളത്തിലാണിത് ഓടാൻ പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മഴവെള്ള സംഭരണം കൊണ്ട് മാത്രം ഇത്രയും ഓടുമോ എന്നുള്ളൊരു സംശയം ഉണ്ട്. അപ്പം മഴവെള്ളം കൊണ്ട് മാത്രം അത് നിൽക്കാൻ സാധ്യതയില്ല. പാലക്കാട് ജില്ലയുടെ ഭൂഗർഭജല സമ്പത്ത് താഴ്ന്നു വരുന്നു എന്നുള്ളത് ഒരു സത്യവും കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ ഇത് എവിടെ നിന്നാണ് ഈ വെള്ളം എടുക്കുക എന്നുള്ളൊരു വലിയ വിഷയമാണ് ഇപ്പോൾ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ അതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. കാരണം തീർച്ചയായിട്ടും ഭൂഗർഭജലത്തെ സംബന്ധിച്ചും അവിടുത്തെ പാലക്കാട് ജില്ലയുടെ കാലാവസ്ഥ മാറ്റവും, ഇപ്പോൾ കാലാവസ്ഥ മാറ്റം ഒരു വലിയ വിഷയമാണല്ലോ. അപ്പം ബ്രൂവറി വേണോ വേണ്ടേ എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി തീരുമാനമാണ്. അത് കർണാടകത്തിൽ നിന്ന് കൊണ്ടുവരണം ഇവിടുന്ന്. പക്ഷേ കേരളത്തിൽ വെള്ളം എടുക്കണോ വേണ്ടേ എന്നുള്ളത്, എത്ര വെള്ളം എടുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഒരു ശാസ്ത്രീയ നിഗമനം ഒന്നും നടത്തിയിട്ടല്ല ഇതിനകത്ത് പറയുന്നത്. അത് കൃത്യത വരുത്തും. അതിൽ കമ്പനി പറയുന്നു ഞങ്ങൾ മഴവെള്ളം എടുക്കും, ഭൂഗർഭജലം എടുക്കില്ല എന്നൊക്കെ കമ്പനി പറഞ്ഞതുകൊണ്ട് മാത്രം നിൽക്കുന്നതല്ല. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഈ പഞ്ചായത്തിന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തതിൽ പൊല്യൂഷൻ ബോണ്ട്, വാട്ടർ അതോറിറ്റിയൊക്കെ ആദ്യം ശക്തമായി എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അവർ വേറെ എന്തൊക്കെ ന്യായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ വാട്ടർ അതോറിറ്റി എതിർപ്പായിരുന്നു, ആദ്യം എതിർത്തിരുന്നു. അപ്പോൾ എതിർക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പം തീർച്ചയായിട്ടും വളരെ ഗൗരവമായൊരു വിഷയം, വളരെ ശാസ്ത്രീയമായൊരു പഠനം നടത്തി പാലക്കാട് ജില്ലയിലെ ജനങ്ങൾക്കും മറ്റ് ഓരോ ആവശ്യങ്ങൾക്ക് വെള്ളത്തിന് കണക്കാക്കാൻ പറ്റുമല്ലോ. ആ കണക്കെടുത്തതിന് ശേഷം അവിടുത്തെ അവൈലബിലിറ്റിയും ഡിമാൻഡും ഒക്കെ നോക്കി ഒരു വാട്ടർ ബാലൻസും വാട്ടർ ബഡ്ജറ്റിങ്ങും നടത്തിയിട്ടല്ല ഇതുപോലെ വൻകിട വ്യവസായത്തിന് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാതെ വരുന്നത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ കൊക്കോകോള, അതെ, ഇതുപോലെ പ്ലാച്ചിമട, ഇതുപോലെ യാതൊരു സെൻസും ഇല്ലാതെ കൊടുത്തു. അവസാനം എന്ത് പറ്റി? കുറച്ചുകൂടെ സെൻസിബിളായിട്ടാണ് കാര്യങ്ങൾ ചെയ്തെങ്കിൽ ചിലപ്പോൾ കമ്പനി ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ കൊക്കോകോള വേണോ വേണ്ടതെന്ന് വലിയ രീതിയിൽ തിരിച്ചടിച്ചില്ലേ. കാരണം കമ്പനി വേണോ വേണ്ട എന്നുള്ളത് വേറൊരു ചർച്ചയാണ്. വെള്ളവുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല കമ്പനി വേണോ വേണ്ട എന്നുള്ളത്. കോർപ്പറേറ്റ് കമ്പനികൾ വേണോ വേണ്ട എന്നുള്ളത് ചർച്ച വേറെ നടത്തണം. പൊതുമേഖല വേണോ സ്വകാര്യമാണ്, അത് വേറെ ചർച്ചയാണ്. പക്ഷേ നമ്മുടെ പറവി എന്താണ്? പാലക്കാട് പോലുള്ള ജില്ലയിൽ വെള്ളം ധാരാളം ഉപയോഗിക്കേണ്ടി വരുന്നൊരു വ്യവസായം വരുമ്പോൾ അതിനെ താങ്ങുവാനുള്ള കപ്പാസിറ്റി പാലക്കാട് ജില്ലയ്ക്ക് ഉണ്ടോ? അത് ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യണമായിരുന്നു? ഗവൺമെൻറ് ആദ്യം തന്നെ എന്തിനെ വയ്ക്കണം? ലൈസൻസ് കൊടുത്ത് ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു നല്ലൊരു ടീമിനെ വെച്ചിട്ട് അവിടെ സർപ്ലസ് ആയി വാട്ടർ ഉണ്ടെന്നും ആൾട്ടർനേറ്റീവായിട്ടുള്ള ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്, ഉണ്ടെങ്കിൽ അതുണ്ടെന്നും, അതില്ലെങ്കിൽ ആൾട്ടർനേറ്റീവായ സോഴ്സ് ഏതാണെന്നും, അതിനുള്ള ഡിമാൻഡ് ഉണ്ടോ എന്നും, അതിനുള്ള സപ്ലൈ ഉണ്ടോ എന്നും ഒന്നും നോക്കാതെയാണ് എടുത്തിയാടി ഈ കാര്യം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ദുരന്തങ്ങൾ വരും. നമ്മളിപ്പോൾ മാവൂർ ഫാക്ടറി, നമ്മളെല്ലാ ഫാക്ടറികളുടെ ഒരു പ്രശ്നം നിങ്ങൾ ആലോചിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ മൊത്തം മാവൂർ ഫാക്ടറി എന്തെങ്കിലും സെൻസ് വെച്ചിട്ടാണ് മാവൂർ ഫാക്ടറിക്ക് അന്ന് അനുവാദം കൊടുത്തത്? പിന്നെന്ത് ചാലിയാർ പുഴ തന്നെ കൊടുക്കേണ്ടി വന്നു. അവസാനം ഫാക്ടറിക്ക് തന്നെ സാബുവിന് കൂട്ടി പോകേണ്ടി വന്നു. സാബുവിനിക്ക് ചോദിച്ചതാണ് ഈ പുഴ ഇനി തന്നേക്കുമോ, നിങ്ങൾക്ക് ഞാൻ ചാലിയാർ പുഴ എനിക്ക് തരുമോ, ഞാൻ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് തൊഴിൽ തരുന്നില്ലേ എന്ന് പരസ്യമായി പത്രസമ്മേളനത്തിൽ അന്ന് പറഞ്ഞതാണ്. പക്ഷേ മാവൂർ ഫാക്ടറി പൂട്ടിയില്ലേ? എത്ര ആളുകൾക്ക് തൊഴിൽ പോയത്? തുടങ്ങിയില്ലേ കുഴപ്പമില്ല, തുടങ്ങിയിട്ട് പൂട്ടുമ്പോൾ അതിന് വേറെ വിഷയമാണ്. പിന്നെ ഇതിനകത്ത് കൊക്കോകോളയുടെ കാര്യത്തിൽ തന്നെ, ഇപ്പോൾ ബ്രൂവറിയുടെ കാര്യത്തിൽ തന്നെ എൻ്റെ വാദം എന്ന് പറയുന്നത് ഇതിനകത്തൊന്നും എന്ത് ചെയ്യുന്നില്ല, വളരെ കൃത്യമായൊരു ഹോംവർക്ക് ചെയ്ത് കൃത്യമായി വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കി, ഇല്ലെങ്കിൽ അതിന് സോഴ്സ് ഉണ്ടോ നോക്കിയിട്ടൊക്കെ മാത്രമേ അനുവാദം കൊടുക്കാവൂ. ഇത് എടുത്തയാളെ അനുവാദം കൊടുത്തു. ഇപ്പോൾ അതിന് ശേഷം വരുന്ന വാർത്തകളൊന്നും എന്തല്ല, അതിനനുകൂലമല്ല. വെള്ളമില്ല എന്നുള്ള വാർത്തയാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു. ഇന്നലെയും പത്രത്തിൽ വാർത്തയായിരുന്നു, വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതായിട്ട് സർക്കാരിൻ്റെ തന്നെ പഠനങ്ങൾ പറയുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളമാണോ മദ്യമാണോ വേണ്ടതെന്നാണ് എന്നോട് ചോദ്യം. സ്വാഭാവികമല്ലേ, വെള്ളമല്ലേ ആളുകൾക്ക് കൊടുത്തിട്ടല്ലേ രണ്ടാമത് പിന്നെ മദ്യത്തെക്കുറിച്ച് മദ്യത്തിൽ ഒഴിക്കണവരും കുറച്ച് വെള്ളം വേണമല്ലോ, അല്ലാതെ ഒരുപാട് കുടിക്കാൻ പറ്റത്തില്ലല്ലോ ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് വെള്ളം തന്നെയാണ് പ്രധാനം. മാത്രമല്ല കാലാവസ്ഥ മാറ്റം അതൊരു വലിയ പ്രധാന ഘടകമാണ്. അതിനകത്തൂടെ ജലലഭ്യതയും വളരെ ഏറ്റവും കൂടുതൽ കാലാവസ്ഥ മാറ്റം ഇല്ലാതാക്കുന്നത് ആരെയാണ്? വെള്ളത്തെയാണ്. നമ്മളത് മനസ്സിലാക്കുക. വെള്ളത്തിൻ്റെ ലഭ്യത, മഴയുടെ ലഭ്യത, മഴയുടെ വരവ്, പോക്ക്, ഇതാണ് കാലാവസ്ഥ മാറ്റത്തിൻ്റെ പ്രതിഫലം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആസ് എ റിസൾട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് റെയിൻഫാളിൽ ഉണ്ടാകുന്ന ഈ വേരിയബിലിറ്റിയും വാട്ടർ അവൈലബിലിറ്റിയിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പാണ്.
ഇത് പാലക്കാട് നോക്കുന്നില്ല. ഇത് നോക്കാതെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്തിയാടിയിരിക്കുന്നത്. അതിൻ്റെ കുഴപ്പങ്ങളാണ് ഈ കാണുന്നത്. അത് തിരിച്ച് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പം ഇതങ്ങനെ എവിടെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? പിന്നെ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കമ്പനി വലിയ മതിലെല്ലാം കെട്ടി, വളരെ വൻകിട മതിലൊക്കെ കെട്ടി വലിയ സെക്യൂരിറ്റി കെട്ടി കഴിഞ്ഞ് പിന്നെ അതിനകത്ത് ഒരു കുഴൽക്കിണർ കുഴിക്കുന്നുണ്ടോ എന്നൊന്നും പിന്നെ ഇത് നമുക്കറിയാൻ അതൊന്നും പറ്റാതെ പോയി നോക്കാനൊന്നും പ്രായോഗികമൊന്നുമില്ല. നമ്മൾ പ്രത്യേകിച്ച് ഈ സംവിധാനത്തിൽ അവർ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് പൊളിറ്റിക്കൽ ലീഡർമാരെയും ഇവിടെ പൊല്യൂഷൻ ഇവിടെ ആളുകളെയൊക്കെ അവർ കൈകാര്യം ചെയ്തുകൊണ്ട് പോകും. അത് എളുപ്പമല്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ വാട്ടർ സോഴ്സ് ഏതാണ്, ആ സർപ്ലസ് വാട്ടർ അവിടെ ഉണ്ടോ കൊടുക്കാൻ, ഇത്രയും കാര്യം വെള്ളം എടുക്കുന്നൊരു വ്യവസായം ആയതുകൊണ്ടാണ്, ഉണ്ടോ എന്ന് പാലക്കാട് പരിശോധിക്കണം. അല്ലെങ്കിൽ വേറെ ജില്ലകളെ കുറിച്ച് ചിന്തിക്കണം, വെള്ളമുള്ള സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കണം. വെള്ളമുള്ള സ്ഥലമുണ്ട് ഇല്ലെങ്കിൽ അത് മാറ്റി വയ്ക്കുക. അങ്ങനെയല്ലേ പ്രയോറിറ്റി. നമ്മൾ വികസനത്തിൻ്റെ പ്രയോറിറ്റി തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഒരു വ്യവസായം വരാനായാലും ഒരു ഫാക്ടറി ആയാലും എന്തായാലും വരുമ്പോൾ എന്താ തീരുമാനിക്കുന്നത്? അതിനൊരു അസസ്മെൻ്റ് ഉണ്ടല്ലോ, ഒരു സോഷ്യൽ അസസ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ ഡിമാൻഡുണ്ട്, എന്താ റാ മെറ്റീരിയൽ അങ്ങോട്ട് കൊടുക്കണം, ആ റാ മെറ്റീരിയലിന് ആവശ്യമായി ഇതൊരു റാ മെറ്റീരിയൽ പോലെയാണല്ലോ വെള്ളം കൊടുക്കുന്നത്, എടുക്കണമെന്ന് പറയുന്നത്. ആ റാ മെറ്റീരിയൽ ഉണ്ടോ, അവിടെ അവൈലബിലിറ്റി ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിനിപ്പോൾ ഡിമാൻഡ് ഉണ്ടോ, വേറെ ആ ഡിമാൻഡ് നോക്കിയിട്ടാണ് നമ്മളിത് കൊടുക്കാൻ പറ്റുന്നത് എന്നൊക്കെ നോക്കണ്ടേ. അത് നടന്നിട്ടില്ല, ആ പ്രോസസ്സ് നടന്നിട്ടില്ല സാർ. പക്ഷേ ഇതിലൂടെ ജലജീവൻ മിഷനെ അട്ടിമറിക്കുന്നു. ജലജീവൻ മിഷനിൽ ഇപ്പോൾ ജലജീവൻ മിഷൻ വേറൊരു വലിയ തമാശയാണ്. അത് നമ്മൾ ചെയ്യേണ്ട വേറെ വീഡിയോയും കൂടി ചെയ്യേണ്ട സമയമാണ്. ജലജീവൻ മിഷൻ 2024 മാർച്ചോടുകൂടി, ഇപ്പോൾ കഴിഞ്ഞു മാർച്ചോടുകൂടി കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാവർക്കും പൈപ്പിലുള്ള വെള്ളം കൊടുക്കുമെന്നാണ് ജലജീവൻ മിഷൻ്റെ കൺസെപ്റ്റ്. 19 പറഞ്ഞതാണ് പ്രധാനമന്ത്രി, പിന്നെ നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞതാണ്. 24 പല സ്റ്റേറ്റുകളും 70%, 80%, ചിലയിടത്ത് 100% ആയ സ്റ്റേറ്റുകളുമുണ്ട്. പല സ്റ്റേറ്റുകളും 100% എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളും ഇപ്പോൾ 40-45% കിടന്ന് കറങ്ങുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ 17% തിന്നാൻ തുടങ്ങിയത്, 17% ഇവിടെ ഉണ്ടായിരുന്നത് 45% പോയി, ചിലയിടത്ത് 50% ആയെന്ന് പറയുന്നു. പക്ഷേ ഇനിയും കിടപ്പുണ്ടാവും. അതിന് വെള്ളം എവിടെ നിന്നൊരു ചോദ്യം ഉണ്ട്. ഇപ്പോൾ ആളേക്ക് കുടിവെള്ളം വീടുകളിൽ കൊടുക്കണമല്ലോ, പൈപ്പിട്ടതുകൊണ്ട് വെള്ളം ആവില്ലല്ലോ, പൈപ്പിട്ട വെള്ളം കൊടുക്കണമല്ലോ. വെള്ളത്തിനുള്ള സോഴ്സ് പലപ്പോഴും വേറൊരു തമാശയുണ്ട്. ഈ ജലജീവ മിഷനിൽ വെള്ളമില്ലാത്തതുകൊണ്ട് പൈപ്പിട്ടു, ആളുകളെ വീട്ടിലേക്ക് പൈപ്പിട്ടു, പക്ഷേ വെള്ളം കാണുന്നില്ല. അതുകൊണ്ട് 8 ലക്ഷം ആളുകളാണ് എഴുതി കൊടുത്തത് ഗവൺമെൻറ്റിനോട്, ഞങ്ങൾക്ക് ഈ കണക്ഷൻ വേണ്ട. അത് വേറെ തമാശയുണ്ട്, വേറെ ഭീകരതയാണ് ജലജീവ മിഷൻ. 8 ലക്ഷം ആളുകളാണ് എഴുതി കൊടുത്തത്, 1-2 പേരല്ല. അവർ റിജക്ട് ചെയ്തു. അവർ എഴുതി കൊടുക്കില്ല, സമ്മതപത്രം കൊടുക്കില്ല. അവർ കൊടുക്കണമല്ലോ. ഇപ്പോൾ വീട്ടിൽ കൊണ്ട് കണക്ഷൻ വെച്ചാൽ ഈ കണക്ഷനൊക്കെ തന്നു, എല്ലാം കറക്റ്റായെന്ന് പറഞ്ഞാൽ ഒരു ഒപ്പിട്ട് കൊടുക്കണം പേപ്പർ. അവർ ഒപ്പിട്ട് ഞങ്ങൾക്ക് ഈ കണക്ഷൻ വേണ്ട. അപ്പോൾ 8 ലക്ഷം വീടുകളിൽ ഇട്ട പൈപ്പ് ഗവൺമെൻറ് പൈസയാണിത്. എന്തുകൊണ്ടാണ് അവർ വേണ്ടാന്ന് പറയുന്നത്? വെള്ളം അതുവഴി പോകുന്നില്ല, വെറുതെ പൈപ്പിട്ടിട്ടേ ഉള്ളൂ. വെള്ളം കൊടുക്കണ്ടേ അതിനകത്ത്? അപ്പോൾ സോഴ്സ് ഇല്ല, പലയിടത്തും വെള്ളമില്ല, ആവശ്യത്തിന് വെള്ളമില്ല കൊടുക്കാൻ. വേനൽക്കാലത്ത് കൊടുക്കാൻ ഒട്ടും വെള്ളമില്ല. അപ്പോൾ അങ്ങനെ കുടിവെള്ളത്തിന് പോലും വെള്ളം കൊടുക്കാനുള്ള ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് കണ്ടെത്താൻ കഴിയാത്തൊരു സംവിധാനം നിൽക്കുമ്പോഴാണ് വൻകിട ഫാക്ടറിക്ക് വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും അവിടെ എന്ത് ചെയ്യണം? ഇതൊക്കെ കൂടെ ഒരു പ്ലാൻ എന്താ തയ്യാറാക്കണം സാർ. അതൊരു പ്ലാനൊന്നുമില്ല നമുക്ക് കുറേ വിവാദങ്ങളും തർക്കങ്ങളും കാശെടുപ്പും അഴിമതി അങ്ങനെ കുറച്ച് പരിപാടികളെ നമ്മളിലുള്ളൂ. ഈ ഉടായ്പ ഉത്സവ പരിപാടിയാണ് നമ്മളെല്ലാം നടത്തുന്നത്. ഉത്സവപ്പറമ്പിൽ കണ്ടിട്ടില്ലേ? അവിടെ എല്ലാം നടക്കുമല്ലോ. ഉത്സവപ്പറമ്പിൽ എല്ലാവിധ പരിപാടിയുള്ള സ്ഥലമല്ലേ. ആളുകൾക്ക് ഇഷ്ടമുള്ള പായസം കുടിക്കുന്നവരുണ്ട്, വള കച്ചവടം നടത്തുന്നവരുണ്ട്, എല്ലാം ഉള്ള സ്ഥലമാണ്. അവിടെ ഒരു പ്ലാൻ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഉത്സവ സ്റ്റേജല്ല ഞാൻ പറഞ്ഞു, ഈ ഉത്സവ പറമ്പുണ്ടല്ലോ, കച്ചവടമൊക്കെ എന്ന് പറയുന്നതൊക്കെ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ആക്ട് ചെയ്യേണ്ടത്? ഇതിനൊക്കെ പ്ലാൻ ഉണ്ടാവണം. കുടിവെള്ളം ഇപ്പോൾ ജലജീവ മിഷൻ 2025 ആകുമ്പോഴാണ് ഇപ്പം കൊടുക്കുന്നുണ്ട്. 26 ഒക്കെ കുറച്ച് ദിവസം നീട്ടിയിട്ടുണ്ട്. 26 ആകുമ്പോൾ മുഴുവൻ പേർക്കും വെള്ളം കൊടുക്കുമെന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് വെള്ളം കൊടുക്കുന്നത്? പാലക്കാട് ജില്ലയിലൊക്കെ കൊടുക്കാൻ ഒട്ടും വെള്ളമില്ല. ആ ഇല്ലാത്ത സ്ഥലത്താണ് പുതിയ പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഗൗരവമായ ഒരു സാമൂഹ്യ വിഷയമാണ്. മദ്യ കമ്പനി വേണം താനും, പക്ഷേ ഇതിനാവശ്യമായ മദ്യ കമ്പനി വേണോ വേണ്ടെന്നുള്ള വേറെ ചർച്ചയാണ് ഞാൻ പറയും. ഞാൻ മദ്യ കമ്പനി വേണമെന്ന് പറയുന്ന ആളല്ല. മദ്യ കമ്പനി വേണോ വേണ്ടയോ കേരളത്തിൽ? അപ്പോൾ വേറെ ചോദ്യമുണ്ട്. കർണാടകത്തിൽ നിന്നാണ് ഇപ്പോൾ എന്ത് കൊണ്ടുവരുന്നത്? മദ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ കർണാടക, അത് വേറെ ലോജിക്കൽ ചോദ്യമാണ്. കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്ന് കേരളീയർ കുടിക്കുന്നതിനേക്കാൾ നല്ലത് കേരളത്തിൽ പണിത് ഉൽപ്പാദിപ്പിച്ച് കുടിച്ചാൽ കുറച്ചുകൂടി ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇവിടെയുള്ളവർക്ക് തൊഴിലും കിട്ടൂലേ? ഇതാണ് ഗവൺമെൻറ് ചോദിക്കുന്ന വാദം. MP രാജേഷൊക്കെ ചോദിക്കുന്ന വാദം അതാണ്. മന്ത്രി കർണാടകത്തിൽ നിന്ന് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, മദ്യം കുടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കേരളത്തിൽ പണിതുകൂടാ. അത് വേറെ ചർച്ചയാണ്. മദ്യം കുടിക്കണോ വേണ്ടേ, അല്ലെങ്കിൽ എന്തുമാത്രം ഉപയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വേറെ ചർച്ച നടത്തണം. വേറൊരു സബ്ജക്റ്റാണ്, മനുഷ്യൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തിയ സബ്ജക്റ്റാണ്. പക്ഷേ ഫാക്ടറി അവിടെ വേണോ വേണ്ടേ എന്ന് കുടിവെള്ള ആംഗിളിൽ നോക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇതെങ്ങനെ പരിഹരിക്കും? അപ്പോൾ കുടിവെള്ളം ഉണ്ട്, വെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഫാക്ടറിക്ക് വെള്ളം കൊടുക്കാം. അടുത്ത ചോദ്യം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഫാക്ടറി വേണോ വേണ്ടേ? കാര്യം ഫാക്ടറിയുടെ സബ്ജക്റ്റ് എന്താണ്? മദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണോ വേണ്ടേ എന്നുള്ള വേറെ ചർച്ചയാണ്. ഇത് രണ്ട് ആംഗിളിൽ ചർച്ചയാണ്. ഒന്നൊരു സോഷ്യൽ ഇഷ്യൂ ആണ്, ഒന്നൊരു സോഷ്യൽ ആൻഡ് പരിസ്ഥിതി ഇഷ്യൂ കൂടെയാണ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂ കൂടെയാണ്. വെള്ളവും പറയുന്നത്
മറ്റേ എൻവയോൺമെൻറ്റ് ഇഷ്യൂ ഒന്നുമില്ല. ആളുകൾ മദ്യം കുടിച്ച് കിടന്നൊന്നും എൻവയോൺമെൻറ്റിന് ഇഷ്യൂ ഒന്നുമില്ല. കുടുംബക്കാർക്ക് ഇല്ലാതെ പോകുള്ളൂ. അയാൾ കുടിച്ച് കിടക്കുന്ന ആൾ. അപ്പോൾ അത് സമൂഹത്തിനും കുടുംബത്തിനും ഇല്ലാതെ ആവുള്ളൂ. പരിസ്ഥിതിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഒരാൾ മദ്യപിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഈ വെള്ളത്തിൻ്റെ വിഷയം അതല്ല. പരിസ്ഥിതിക്കും കുഴപ്പം വരും, കുടിവെള്ളത്തിനും കുഴപ്പം വരും. ഇതെല്ലാം കൂടെ കുഴപ്പം വരുന്നിടത്താണ് ഈ കുടിവെള്ളം നിൽക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തിരിച്ച് ചിന്തിക്കണം, തിരിച്ച് ചർച്ച ചെയ്യണം. ഞാൻ പറയും കാര്യകാരണ സഹിതം ചർച്ച ചെയ്യണമല്ലോ. അതാണ് എൻ്റെ വാദം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.